ഓയിലിൻ്റെ കവർ, അത് ഏത് ഓയിലിൻ്റെ മതി. അതിപ്പോൾ റൂബി ഗോൾഡ് എടുത്തിന്, അതായത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയ എണ്ണപ്പറ്റുള്ള ഒരു ഓയിലിൻ്റെ കവർ ഉണ്ടല്ലോ അതൊന്നും. പിന്നെ വേണ്ട വെച്ചാൽ ചോറ്, അതായത് വറ്റ് ചില സ്ഥലത്ത് അന്നെന്ന് പറയും. ഓക്കെ. പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ ഉജാല, ഈ 4 ഐറ്റംസ് വേണം. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ഈ ചോറ് നമ്മൾ ബോളിലേക്ക് ഇട്ടു. ഓക്കെ. എന്നിട്ട് ഉജാല ഒരു 2-3 തുള്ളി ഉജാലയിൽ ഉറ്റിക്കാൻ. ഓക്കെ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കാൻ. ഓക്കെ. അതിനുശേഷം ബേക്കിംഗ് സോഡയിൽ അതൊരു ചെറിയ സ്പൂണാണെങ്കിൽ 2 വലിയ സ്പൂണാണെങ്കിൽ 1 മതി. എന്നിട്ട് അതും കൂടി ഈ നല്ലോണം മിക്സ് ആക്കാൻ. ഓക്കെ. നല്ല മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഓയിലിൻ്റെ കവറില്ലേ, അതായത് 3 ഭാഗം കട്ട് ചെയ്തതിനാൽ ഈ ഓയിലിൽ ചെറിയൊരു പറ്റുണ്ടാവും, കണ്ടില്ലേ? ഓക്കെ. ഓയിലിൽ ചെറിയ പറ്റുണ്ടാവും. എന്നിട്ട് ഈ സാധനം ഇതിലേക്ക് തട്ടാൻ. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഓയിലിൻ്റെ പറ്റോട് കൂടി ഈ കവറിന്ന് ഇത് നല്ലോണം മിക്സാക്കി എടുക്കാൻ. എന്നുവെച്ചാൽ ഫുള്ളായിട്ട് അത് കണ്ടില്ലേ, ഇതുപോലെ നല്ല കണ്ടീഷനായിട്ട് സൂപ്പറായിട്ട് മിക്സാക്കി എടുക്കാൻ. കണ്ടല്ലോ? അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കാൻ. അപ്പോൾ അത് ജസ്റ്റ് നല്ലോണം മിക്സ് ആയിട്ട് അതിൻ്റെ ഇതെല്ലാം എല്ലാം കൂടി വയലായിട്ട് ഒരു സെറ്റുള്ള പരിവോ. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്താക്കാൻ, പിന്നെ വീടിൻ്റെ പുറത്ത് നമ്മൾ കടകിൻ്റെ സൈഡിലോ പിന്നെ എന്താ പറയുക കുറ്റിക്കാടിനടുത്ത് എല്ലായിടത്തും ഇങ്ങനെ ഇത് വെതറി കൊടുത്താൽ മതി. പിന്നെന്ന് പറഞ്ഞാൽ ഈ പാമ്പ് പിന്നെ അതിൻ്റെ ഇതടിക്കുമ്പോൾ ചുറ്റോട്ടം അങ്ങനെ വരില്ല. കാരണം ദിവസം കഴിയുന്നോറും ഇതിൻ്റെ എന്താ പറയുക ഒരു പൂപ്പ് പിടിച്ചാലാവും, അതിൻ്റെ സ്മെല്ല് കൂടുതലൊക്കെ ആയിട്ട് പിന്നെ ചുറ്റോടത്തേക്ക് പാമ്പ് വരേണ്ടേ. ഇപ്പം സംഭവം മനസ്സിലായല്ലോ. ഈ ചില്ലറ സാധനം കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക വീടിൻ്റെ ചുറ്റോടത്തേക്ക് പാമ്പ് വരുന്ന ശല്യം ഇല്ലാണ്ടാക്കാം.